ഹലോ അസ്സലാമു അലൈക്കും. കോഴിപ്പാടിനാണ്. ഇനി ഞാൻ വന്നത് എന്തറിയോ, ഞാനും ഡിഗ്രി പഠിച്ച ആളാണ്, ഞാനും കോളേജിലും പോയ ആളാണ്. എനിക്കും കുറേ റാഗിങ് കിട്ടിയിരിക്കണേ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മളെ സോഷ്യൽ മീഡിയയിലും നമ്മളെ പത്രങ്ങളിലൊക്കെ കാണുന്നുണ്ട്. റാഗിങ്ങിനെ പറ്റിയാണ്ടുള്ള ഒരു വീഡിയോകൾ കണ്ടോ. ഒരു നഴ്സിങ്ങിന് പഠിക്കുന്ന വിദ്യാർത്ഥി ഒരു ചെറുക്കനെ പിടിച്ചിങ്ങാണ്ട് കട്ടിൽ കടത്തി 2 കൈ 2 കാലും കെട്ടി അവൻ്റെ ശരീരത്തിൽ തല മുതൽ കാല് വരെ കോമ്പസ് കൊണ്ട് കുത്തി, അതേപോലെ അതിൽ മറ്റേ ചെറുക്രിയ ലോഷൻ ഉപയോഗിച്ച്, അതേമാതിരി കരഞ്ഞപ്പോൾ അതിൻ്റെ വേദനയോട് കരഞ്ഞപ്പോൾ വായ ഒളിച്ചപ്പോൾ വായിൽ വരെ ലോഷൻ ഒഴിച്ചു. കാരണം എന്താ പറയുക, നമുക്ക് എനിക്കുള്ള സീനിയറും എനിക്കുള്ള ഞാൻ ജൂനിയറായിട്ടും പഠിച്ച ആളാണ്, സീനിയറായിട്ടും പഠിച്ച ആളാണ്. നമ്മളൊരാൾ ഇതുവരെ ചില ബട്ടൺസ് ഇടാൻ പറയണതോ, അല്ലെങ്കിൽ മുടി വെട്ടാൻ പറയണതോ, അല്ലെങ്കിൽ താടി വെക്കരുതെന്ന് പറയണതോ, അല്ലെങ്കിൽ മീശ വെട്ടണമെന്ന് പറയണതോ, ഇതൊന്നും അല്ല റാഗിങ്. റാഗിങ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വിധ റാഗിങ്ങാണ്. ഒരാൾ മരണപ്പെടാൻ ചില റാഗിങ്ങൾ കാര്യമില്ല. അപ്പോൾ എന്താ പറയുക, ഇതിനെതിരെ ഗവൺമെൻറ് ശക്തമായ തീരുമാനങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കാം. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ മക്കൾ കോളേജിൽ പോകുന്നുണ്ട്, നമ്മളെ മക്കളാണോ ഇത് ചെയ്യണമെന്നുള്ളത് നമ്മളും ആലോചിച്ച് നോക്കാം. നമ്മൾ അഭിപ്രായങ്ങൾ പറയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, നമ്മളെ മക്കളും കോളേജിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറയില്ല, ഞാൻ പോയ ആളാണ്, എനിക്കത് അനുഭവം ഉണ്ട്, എനിക്കതറിയാം. അതിൻ്റെ അർത്ഥം ഇന്നെ ഒരുപാട് ചൂഷണം ചെയ്തിരിക്കണമെന്നല്ല. നമുക്ക് ചെറിയ ആൾക്ക് എന്താ വെച്ചാൽ ഭാവിയിൽ ഇപ്പോൾ നമ്മൾക്കത് ആലോചിച്ച് നമുക്ക് ചിരിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളെ സീനിയർ നമുക്ക് അത്രത്തോളം ചെറിയ രസമുള്ള കോമഡികളില്ല റാഗിങ്ങാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതെന്താ വെച്ചാൽ കോളേജ് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കോളേജ് ലൈഫ് നമ്മളത് ആസ്വദിക്കാൻ വേണ്ടിയുള്ള റാഗി നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതേമാതിരി നമ്മുടെ ഫ്രണ്ട്സിനും കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ അതിൻ്റെ പേരിൽ നമ്മൾക്ക് മേത്ത് ഒരു മുറി വരിക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, ഇതൊന്നും നമുക്ക് ഉണ്ടായില്ല. ഞാൻ ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ വീഡിയോ ഞാൻ ഈ വീഡിയോൻ്റെ ഒപ്പം കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുള്ളൂ. അതിന് പുറമെ എന്ത് ചെയ്യാറോ, കോളേജിൽ പോകുന്ന വിദ്യാർത്ഥികളും അതേമാതിരി മാനേജ്മെൻറ്റും ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളെ മക്കൾ കോളേജിൽ പോകുന്നുണ്ട്, നമ്മളെ മക്കൾ ആരെങ്കിലും റാഗ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ മക്കൾ വേറെ ആരെങ്കിലും റാഗ് ചെയ്യുന്നുണ്ടോ, ആരെങ്കിലും ഒരാളെ കണ്ണുനീര് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മേത്തേക്ക് വന്നു പെട്ടാൽ ഭൂമി ലോകത്ത് പിന്നെ നമ്മൾ രക്ഷപ്പെടാൻ വളരെ പ്രയാസമാണ്. കാരണം എന്താ പറയുക, ഒരാൾ ബുദ്ധിമുട്ടിങ്ങാണ്ട് നമ്മൾ നേടുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം മതം പതിച്ച ഒരു പ്രവൃത്തി പിന്നെ വേറെ ഇല്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് അത് അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ പറയുള്ളൂ. നേരത്തെ തലേന്ന സാധനം വീണേ 1 2 4 5 6 7 8 അത് ഓട്ടാവുണ്ടോ? മറ്റേ കളറാ കണ്ണടച്ചോ കണ്ണെരിയുന്നുണ്ടെങ്കിൽ നമുക്ക് തുടക്കാം. ഈ സാധനം ഞാനല്ലേ രാവിലെ കളഞ്ഞേ.